ഹായ് ഓൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു ബിഗ് ലേണിംഗ്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് നമുക്കറിയുണ്ടാവും എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നതും അതുപോലെ നമ്മളെ ട്രേഡ്സ്മാൻ എക്സാമുകൾ, കുറെ ഇലക്ട്രീഷ്യൻ എക്സാമുകൾ ഉണ്ട്, സ്കില്ലിന് കുറെ പോസ്റ്റ് ഉണ്ട്. നമുക്ക് ആ പോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. അത്തരം പോസ്റ്റുകൾക്കൊക്കെ പ്രധാനമായിട്ടും അതിൽ വരുന്ന രണ്ട് പോസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വേക്കൻസിയും കാര്യങ്ങളും ഉള്ളത് ഒന്ന് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിളും മറ്റൊന്ന് ട്രേഡ്സ്മാനുമാണ് അല്ലെ. അപ്പൊ ആ ഒരു പോസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എക്സാമിന്റെ ഡേറ്റ് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ എക്സാം നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 25th അല്ലെ എക്സാം നടക്കുന്നത്. 25th ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാം നടക്കുന്നത്. അപ്പൊ ഈ 25th ഏപ്രിൽ നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി കുറച്ച് പേര് പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തവരുണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ഉള്ള ആരെങ്കിലും അത് ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് മുന്നേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുടെ കൂടെ തന്നെ നമുക്ക് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മുന്നിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൂടെ എത്താവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്, ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എക്സാമിന്റെ ഡേറ്റ് നമുക്ക് വളരെ ഷുവർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്ക് അതാണ് നമ്മളെ മുന്നിലുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് മുന്നിലേക്ക് നമ്മൾ അവിടേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഈ സബ്ജക്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇതെന്താണ് എന്നാണ് വരിക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തി, നമ്മൾ മനസ്സിൽ ഉറപ്പുവരുത്തി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ് ഡേറ്റ്. 25/4/2024 ഈ ഒരു എക്സാം നടക്കുന്നത്. ഒരു കോമൺ എക്സാം ആണ്. സിലബസ് ഓൾറെഡി ഔട്ട് ചെയ്ത് കഴിഞ്ഞു. സിലബസ് PSC തന്നെ നമുക്ക് സിലബസ് തന്നു. PSC സിലബസ് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2019-20 മുതൽ PSC ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ, അതുപോലെ ലൈൻമാൻ, അങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ, അതായത് ഇപ്പൊ ITIയുടെ ഒരു ബേസിക് ലെവൽ ITIയുടെ എക്സാം തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ വേണമെങ്കിൽ ബേസിക് ലെവൽ ITI എക്സാം എന്നുള്ളതും കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ ITI എക്സാം എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഡിപ്ലോമ ലെവലിന്റെ അത്രത്തോളം വരില്ല, എന്നാൽ ITI ലെവൽ അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു എക്സാം PSC നടത്താറുണ്ട്. അതിന്റെ ഇടയിൽ പെടുന്ന ഒരു എക്സാം അല്ലെ. ഇപ്പോൾ നമ്മളെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമുകളൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിപ്ലോമ ലെവലിലേക്ക് എത്തുന്നില്ല, എന്നാൽ ITI ലെവലിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ എക്സാം ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ITI ലെവലിന്റെ ബേസിക് ലെവലാണ്, ITIയുടെ ബേസിക് ലെവലായിട്ട് നടക്കുന്ന എക്സാം. ITIയുടെ സിലബസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ITIയുടെ ബുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് റെഫറൻസ് ബുക്കുകളായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ പാറ്റേൺസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു ബേസിക് ലെവൽ ITI എക്സാം ആയിട്ടേ എടുക്കുന്നുള്ളൂ. കാരണം അത്രത്തോളം സിലബസ് എന്ത് ചെയ്യില്ല. ഇലക്ട്രീഷ്യൻ നമുക്കറിയാം, ഇപ്പോൾ ഇലക്ട്രീഷ്യൻ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വയർമാൻ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്രത്തോളം എന്ത് ചെയ്യാറില്ല, ഇത്തരം എക്സാമുകൾക്ക് വരാറില്ല. അപ്പൊ ഇനി അടുത്തത് ഓർത്ത് വെക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും ഓൾറെഡി അപ്ലൈ ചെയ്തതായിരിക്കും. അപ്പോൾ അതിൽ അടുത്ത് ഓർത്ത് വെക്കേണ്ടത് കൺഫർമേഷൻ ഡേറ്റ് ആണ് കേട്ടോ. കൺഫർമേഷൻ ഡേറ്റ്, കാരണം നമ്മൾ ഓൾറെഡി സൈറ്റിൽ ഇപ്പോൾ കൺഫർമേഷൻ ആക്റ്റീവ് ആണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/2/2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. 10/2/2024. അപ്പൊ നമ്മളെ എക്സാം ഡേറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഡേറ്റുകൾ, ഒന്ന് കൺഫർമേഷൻ കൊടുക്കേണ്ടത്, കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ ഒന്ന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളെ 10/2/2024 മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ നമ്മൾ എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 25/4/2024 വരുന്നത്. അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ മാക്സിമം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസത്തെ ടൈം അല്ലെ. പക്ഷെ 3 മാസത്തെ ടൈം നമ്മൾ മൊത്തമായിട്ട് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നമുക്ക് ഇതിനൊരു പ്രിപ്പറേഷൻ, നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ പഠിച്ചു തുടങ്ങിയവരൊക്കെ ഉണ്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല, എന്നാലും നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ പഠിച്ചു തുടങ്ങിയവരുണ്ടായിരിക്കും. അപ്പൊ അവരൊരു ആ റേഞ്ചിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ ഒക്കെ കൊടുത്തോ? കൺഫർമേഷൻ കൊടുത്തവരാണോ എല്ലാവരും? നമ്മളൊരു വെബിനാർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് മാത്രം നോക്കണമെന്നില്ല, നമുക്കൊരു ജസ്റ്റ് ഡിസ്കഷൻ രീതിയിൽ പോകട്ടോ. എല്ലാവരും കൺഫർമേഷൻ ഒക്കെ കൊടുത്തതല്ലേ? ഓക്കെ, കൊടുക്കാത്തതുകൊണ്ടാണോ ഇത്? കൊടുക്കാത്തവരാണോ അതോ ജസ്റ്റ് കൊടുത്തവരാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ചോദിച്ചത്. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ 10ാം തീയതിയുടെ മുന്നേ ആയിട്ട് കൊടുക്കുക കേട്ടോ. 10ാം തീയതിയാണ് നമ്മൾ ലാസ്റ്റ് ഡേറ്റ്. ഫെബ്രുവരി 10ാം തീയതിയുടെ മുന്നേ ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യണം, എക്സാമിന് എഴുതുന്നതിന് ബുദ്ധിമുട്ട് വരും. അപ്പൊ 10ാം തീയതിന് മുന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തിട്ട് എന്തെങ്കിലും കേട്ടോ. ഇനി നമുക്ക് ഇതിലിപ്പോ ഒരു ഏതൊക്കെ കാറ്റഗറിക്കാണ് എക്സാം. അപ്പൊ കൺഫർമേഷൻ കൊടുക്കുമ്പോഴും നമ്മൾ നോക്കുന്ന അതിൽ നമ്മൾ കൊടുത്ത നോട്ടിഫിക്കേഷൻ പ്രകാരം കൊടുത്ത എല്ലാ കാറ്റഗറി എക്സാമുകളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഏതൊക്കെ കാറ്റഗറിക്കാണ് എക്സാം വരുന്നത്, പിന്നെ നമ്മളിപ്പോ ഏതിന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് എന്താണ്, ഒരു കോമൺ എക്സാം ആണ്. അതുകൊണ്ട് കോമൺ ലിസ്റ്റ് ആയിരിക്കും വരിക. 25ാം തീയതി നടക്കുന്ന എക്സാമ്പിൾ ഇതിന്റെ ഈ കാറ്റഗറിക്ക് എല്ലാത്തിനും എക്സാം എന്ത് ചെയ്യുന്നുണ്ട്,
അന്ന് നടക്കുന്നുണ്ട്. അതായത് ആ കാറ്റഗറിയിലൊക്കെ നമ്മളെ ലിസ്റ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ഓരോന്നിനും ലിസ്റ്റ് ഇടുകയാണ് ചെയ്യുക. അപ്പൊ തന്നെ ചിലപ്പോൾ നമുക്കറിയാം, നമ്മളൊരു എക്സാമ്പിൾ പറയാം, ഇതിൽ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിലുള്ള ഒരാൾ ചിലപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിലും ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഒരു ലിസ്റ്റിൽ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് അതിൽ നമ്മളെ എന്താണ് ഏതിനാണോ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിന് പോകാം എന്നുള്ള രീതിയിലുള്ള ലിസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നമ്മൾ ആ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ഓർഡറിനനുസരിച്ച് നമ്മൾ റാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരുന്നുണ്ടായിരിക്കും. അതുപോലെ വേക്കൻസി എത്ര ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ലിസ്റ്റ് എങ്ങനെയാണോ വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു എക്സാമിന് വരുന്ന കാറ്റഗറി നമ്പറും അതിന്റെ പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 247/2023 ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ. ഞാൻ ആ വേക്കൻസിയുടെ അടിസ്ഥാനത്തിലാണ് അത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. കേരള പോലീസിലെ മോട്ടോർ വിംഗിൽ വരുന്നത് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ആണ് അല്ലെ. സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം നടക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ഈ എക്സാമിന് സ്റ്റേറ്റ് വൈഡ് ആവുന്നത് കൊണ്ട് തന്നെ വേക്കൻസി പറയുന്നത് സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആണ് നമുക്ക് പറയുന്നത്. 28 വേക്കൻസി ആണ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായിരുന്നത്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ 2023 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതിന് ലിസ്റ്റ് വന്ന അന്ന് മുതലായിരിക്കും അതിന് 3 വർഷത്തെ കാലാവധി ഉണ്ടാവുക. അപ്പൊ അതിന് എന്ത് ചെയ്യാം, വേക്കൻസി കൂടാം. കാരണം ലിസ്റ്റിന് ഇപ്പൊ വരാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മേ ബി നമുക്ക് 2024 ഇപ്പൊ കഴിഞ്ഞ അല്ലെങ്കിൽ 2025 സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് വരുന്നുണ്ടായിരിക്കും. അല്ലെ 2024 ലാസ്റ്റ് നമ്മുടെ ഡിസംബർ മാസങ്ങളിലൊക്കെ ആയിരിക്കും ലിസ്റ്റ് ആയിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അവിടെ നിന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യാണ്, വീണ്ടും 3 മാസം 2028 വരെ എന്ത് ചെയ്യും, ഈ ലിസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ അതിനിടയിലുള്ള വേക്കൻസി ഇപ്പൊ നിലവിലുള്ള വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത് 28. ഇപ്പൊ നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്ന അന്ന് വരെയുള്ള വേക്കൻസിയാണ് 28 എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും വേക്കൻസി അതിൽ കൂടാൻ ചാൻസ് ഉള്ള ഒരു പോസ്റ്റ് ആണത്. പിന്നീടുള്ളത് 428/2023 ആണ്. 428/2023 ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം നടക്കുകയാണ്. നമ്മളെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ ട്രേഡ്സ്മാൻ എക്സാം കേട്ടോ, കുറെ ട്രേഡ്സ്മാൻ ഉണ്ട്. അതിൽ ആദ്യമായിട്ടാണ് ഒരു ട്രേഡ്സ്മാന് ഇലക്ട്രിക്കലിനല്ല ഏത് ട്രേഡ്സ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം നടക്കുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നമ്മൾ അറിയാം അല്ലെ, നമ്മളെ പോളിടെക്നിക് കോളേജുകളൊക്കെ വരുന്നവരെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക്, ട്രേഡ്സ്മാൻ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ വരുന്നുണ്ടായിരിക്കും, നമ്മളെ ലാബോറട്ടറിയിൽ അല്ലെ, അല്ലെങ്കിൽ ലാബിൽ, ഇപ്പൊ വർക്ക്ഷോപ്പുകളിലൊക്കെ, അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ ലാബുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് എക്സാം നടക്കുന്നത്. അതും 24 വേക്കൻസിയാണ്. സ്റ്റേറ്റ് വൈഡ് വേക്കൻസിയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 24 വേക്കൻസിയാണ്, സ്റ്റേറ്റ് വൈഡ് വേക്കൻസിയാണ്. അപ്പോൾ ഇത് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് എല്ലാ വേക്കൻസി കൂടി കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ എക്സാമിന് ഒരു അത്യാവശ്യം വേക്കൻസി വരുന്നുണ്ട് അല്ലെ. അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 50 താഴെയാണ്. എന്നാലും നമുക്ക് സാധാരണ നമ്മളൊരു ഇലക്ട്രിക്കൽ എക്സാം എഴുതുന്ന കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, ഈ എക്സാമുകളെല്ലാം കൂടെ കൂടിയിട്ട്. പിന്നീടുള്ളത് 058, അതായത് 58/2023 ആണ്. അതിന് ഇലക്ട്രീഷ്യൻ ആണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അവിടെ സ്റ്റേറ്റ് വൈഡ് തന്നെയാണ് വേക്കൻസി വരുന്നത്. 2 വേക്കൻസി മാത്രമാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം 2023 വന്നാണ്. ഇതിന്റെ എല്ലാം ലിസ്റ്റ് വരുന്നത് ഏകദേശം ഒരേ ടൈമിലായിരിക്കും. എല്ലാത്തിന്റെയും ലിസ്റ്റ് എന്തുണ്ടായിരിക്കും, ഈ ഒരു 3 വർഷത്തെ കാലാവധി കിട്ടുന്നത് കൊണ്ട് നമുക്ക് എല്ലാ വേക്കൻസിയും ഇനിയും ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ വേക്കൻസിയുടെ കാര്യം നമ്മൾ നോക്കണ്ട. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഏറ്റവും മുന്നിലെ റാങ്കിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് പോസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. പിന്നെ ഉള്ളത് വാട്ടർ ട്രാൻസ്പോർട്ടിൽ നമുക്ക് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഉണ്ട്. ഇലക്ട്രീഷ്യൻ പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ പബ്ലിക് വർക്ക്സ് ഓർ ഇറിഗേഷനിൽ, പബ്ലിക് വർക്സിലോ അല്ലെങ്കിൽ ഇറിഗേഷനിലോ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആയിട്ട് 2 വേക്കൻസി ഉണ്ട്. 186/2023 അതും നമുക്ക് ഇലക്ട്രിക്കൽ വേക്കൻസി, അതും സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത് കേട്ടോ. ഇതും സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആണ് വരുന്നത്. അപ്പൊ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, വരുന്നുണ്ട്. ഇപ്പൊ ഇതും നമുക്ക് നോക്കാം. ഇനി എന്താണുള്ളത്, 195/2023 ഉണ്ട്. അവിടെ ഇലക്ട്രീഷ്യൻ ആണ്. അനിമൽ ഹസ്ബൻഡറിയിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. തിരുവനന്തപുരം ആണെന്ന് തോന്നുന്നുണ്ട്. തിരുവനന്തപുരത്തിലാണ് ഒരു വേക്കൻസി ആണ് അവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അല്ലെ. ഡിസ്ട്രിക്ട് വൈസ് ആണ് വരുന്നത്. 254/2023 വീണ്ടും ഇലക്ട്രീഷ്യൻ ആണ്. ഹാർബർ എഞ്ചിനീയറിംഗിൽ അതെന്താണ്, 2 വേക്കൻസി ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതെല്ലാം ഓരോ ഇതിന്റെ കീഴിലുള്ള ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് ശരിക്കും വിളിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ട്രേഡ്സ്മാൻ എക്സാമും പോലീസ് കോൺസ്റ്റബിൾ ആണ് മെയിൻ ആയിട്ടുള്ള 2 എക്സാമുകൾ, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള 2 പോസ്റ്റുകൾ എന്നതിൽ പറയുന്നത് അല്ലെ. പിന്നെയുള്ള എന്താണ്, 265/2023 സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേട്ടോ. സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 അത് 4 ഡിസ്ട്രിക്റ്റിലേക്ക്, 4-5 ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പോ വയനാട്, കാസർഗോഡൊക്കെ നമുക്കുണ്ട്. നമുക്ക് അതിന്റെ എത്രത്തോളം അപേക്ഷകരുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, നോക്കാം. എത്രത്തോളം അപേക്ഷകരാണ്, ഏതാണ് ആ മാസം, ഏതൊക്കെയാണ്
ഡിസ്ട്രിക്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അവിടെ ഡിസ്ട്രിക്ട് വൈസ് ആണ് വരുന്നത്, 5 വേക്കൻസി ആണ് എന്ത് അവിടെയും ഉള്ളത്. പിന്നെ 417/2023 ഇലക്ട്രീഷ്യൻ ആണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഇലക്ട്രീഷ്യൻ ആണ് വരുന്നത്. അത് എന്താണ് ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആന്റിസിപ്പേറ്ററി വേക്കൻസിക്ക് ആണ് എന്ത് ചെയ്തിട്ട് പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. ഇനി 533/2023 ഉണ്ട്, ലൈൻമാൻ ആണ്. അത് പബ്ലിക് വർക്സിലാണ് വരുന്നത്. നമുക്ക് അവിടെ എന്താണ് ഇലക്ട്രിക്കൽ വിങ്ങിൽ, പബ്ലിക് വർക്സിന്റെ ഇലക്ട്രിക്കൽ വിങ്ങിൽ, PWDന്റെ ഇലക്ട്രിക്കൽ വിങ്സിലാണ് വരുന്നത്. അത് ലൈൻമാൻ, അതും ആന്റിസിപ്പേറ്ററി വേക്കൻസി ആണ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് ആലപ്പുഴയാണ്, ഡിസ്ട്രിക്ട് വൈസ് ആണ്, ആലപ്പുഴയാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാറ്റഗറിക്ക് നമുക്ക് എന്ത് ചെയ്യാണ് ഇപ്പോ എക്സാം, അതായത് നമ്മൾ 25-ാം തീയതി എക്സാം നടക്കാൻ പോവാണ്. 25 എന്ന് പറയുമ്പോൾ ഏപ്രിൽ 25-ാം തീയതി എക്സാം നടക്കാൻ പോവാണ്. ഇത്രയും കാറ്റഗറി ആണ് നമുക്ക് അവിടെ ഉള്ളത്. ഇത്രയും കാറ്റഗറി അല്ലെങ്കിൽ ഇത്രയും പോസ്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് നമുക്കിപ്പോ PSC തന്നിട്ടുള്ള ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആൻഡ് ഒഫീഷ്യൽ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് 186/2023 ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറയുന്നത് പബ്ലിക് വർക്ക് അല്ലെങ്കിൽ ഇറിഗേഷനിലാണ് വരുന്നത്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. എല്ലാം അധികം നമുക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത് വരുന്നത് കേട്ടോ. എല്ലാ എക്സാമുകളും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. പിന്നെ സ്റ്റേറ്റ് വൈഡ് വേക്കൻസി ആണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റേറ്റ് വൈഡ് ആണ് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ബാക്കിയുള്ള എക്സാമിന്റെ ഡീറ്റെയിൽ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്നാണ് അഡ്മിഷൻ ടിക്കറ്റ് എന്നാ വരിക, 11/4 നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് നമ്മൾ എക്സാം ടൈം വരുന്നത്. പിന്നെ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഈ ഓവർസിയറിന് അത്യാവശ്യം ഇതിലിപ്പോ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള ഒരു പോസ്റ്റ് ഇതാണ് കേട്ടോ. ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറയുന്നത് 14,506 അപേക്ഷകർ എന്ത് ചെയ്യുന്നുണ്ട്, സോറി അതിലുണ്ട്. ഇനിയിപ്പോ ട്രേഡ്സ്മാൻ ഉണ്ട്, ട്രേഡ്സ്മാൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ഒരു ഓവർസിയർ ഗ്രേഡ് 2 14,506 അപേക്ഷകരാണ് ഉള്ളത്. സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉള്ളത് 195/2023 ഇലക്ട്രീഷ്യൻ ആണ്, ആനുവൽ ഹസ്ബൻഡറി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, തിരുവനന്തപുരം ആണ് വരുന്നത്. അവിടെയുള്ള അപേക്ഷകരുടെ എണ്ണം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരുപോലെയാണ്, ഞാൻ പറയുന്നില്ല. അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 1759 അപേക്ഷകർ മാത്രമാണ് അവിടെ ഉള്ളത്. അത് നമുക്ക് ജസ്റ്റ് ആന്റിസിപ്പേറ്ററി വേക്കൻസി അല്ല, ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, 1-2 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിളിന്റെ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുന്നത് 7393 ആണ് കേട്ടോ. എന്തിനാ ഈ അപേക്ഷകരുടെ എണ്ണം നോക്കുന്നത്, നമുക്കൊരു എക്സാം എത്രത്തോളം ഉണ്ടാവും അല്ലെങ്കിൽ എത്രത്തോളം കോമ്പറ്റീഷൻ വരും എന്നുള്ളത് നമ്മൾ ഈ അപേക്ഷകരുടെ എണ്ണം വെച്ചിട്ടാണ് പറയുക അല്ലെ. പിന്നെ ഉള്ളത് ഒരു ഇലക്ട്രീഷ്യൻ, നമ്മളെ ഹാർബർ എഞ്ചിനീയറിംഗിൽ ഇലക്ട്രീഷ്യൻ, അവിടെയും അത്യാവശ്യം അപേക്ഷകരുണ്ട്. 11,522 അപേക്ഷകർ. ഈ 10,000-ന് മീതെ പോകുന്ന അപേക്ഷകർ വളരെ കുറച്ച് പോസ്റ്റുകൾക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് സ്കില്ലഡ് ഗ്രേഡ് 2. സ്കില്ലഡ് ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ നമ്മളെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ വരുന്ന പോസ്റ്റ് ആണത്. അവിടെ നമുക്ക് തിരുവനന്തപുരം, എറണാകുളം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് എന്ത് ചെയ്ത് ആ ഒരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് തിരുവനന്തപുരത്ത് ആണെന്നുണ്ടെങ്കിൽ 3,293. അപ്പൊ നിങ്ങളൊക്കെ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് കൊടുത്തത് എന്ന് നോക്കട്ടോ, ഏത് ഡിസ്ട്രിക്റ്റിലാണ് കൊടുത്തതെന്ന്. തിരുവനന്തപുരത്താണെങ്കിൽ ഒരു വേക്കൻസി ആയിരുന്നു. അടുത്തത് എറണാകുളം ആണെങ്കിൽ ഒരു വേക്കൻസി ആയിരുന്നു. 4,094 അപേക്ഷകരുണ്ട് അവിടെ, കാൻഡിഡേറ്റ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് വയനാട് 2 വേക്കൻസി ആണ് ഉള്ളത്, 2,566 അപേക്ഷകരുണ്ട്. കാസർഗോഡ് ഒരു വേക്കൻസി ഉള്ളൂ, 1000 അപേക്ഷകർ പോലും വന്നിട്ടില്ല കേട്ടോ, 1000 അപേക്ഷകർ പോലും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ അപേക്ഷകരുടെ എണ്ണം കുറയുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഈ കാസർഗോഡൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ അവിടെ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ വന്നവരൊക്കെ വേറെ കൊടുത്തതായിരിക്കും ഈ ഒരു 986 എന്ന് പറഞ്ഞു അല്ലെ. വളരെ എണ്ണം കുറവാണ്, കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വളരെ കുറവാണ്. 956 കാൻഡിഡേറ്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. മറ്റ് എക്സാമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അപേക്ഷകരുടെ എണ്ണത്തിൽ വളരെ കുറവ് അത് കാസർഗോഡ് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ഒരു വേക്കൻസി മാത്രമേ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താണ് ഇലക്ട്രീഷ്യൻ എവിടെയാണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ അല്ലെ. മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഇലക്ട്രീഷ്യൻ ഉണ്ട്. 1981 വേക്കൻസി ആണ്, സോറി കാൻഡിഡേറ്റ്സ് ആണ് അവിടെ എന്തെങ്കിലും ഉള്ളത് അല്ലെ. കാൻഡിഡേറ്റ്സ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 1981 ആണല്ലേ ഇലക്ട്രീഷ്യന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലുണ്ട്. അവിടെ നമുക്ക് എന്താണ് 10,513 ആണ് കേട്ടോ, 10,513 ആണുള്ളത്. ഈ പോലീസ് കോൺസ്റ്റബിളിന്റെ കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, നമ്മളെല്ലാവരും നോക്കുന്ന ഒരു സാധനമാണ്. 7,393 അപേക്ഷകർ മാത്രമാണുള്ളത്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. കാരണം അതിൽ എന്ത് ചെയ്യുന്നില്ല, വുമൺ കാൻഡിഡേറ്റ്സ് വരുന്നില്ല. പിന്നെ നമ്മളെ ഏജ് ലിമിറ്റ് ഉണ്ട് അല്ലെ, ഏജ് 27 ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് 7,393 വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അപേക്ഷയുടെ എണ്ണം കണ്ടിട്ട് കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് നോക്കാം. പക്ഷെ പിന്നെ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഈ അപേക്ഷയുടെ എണ്ണത്തിൽ നമ്മൾ സാധാരണ പറയും പോലെ ഒരു 50%, 30% മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച് വരുന്നവരുണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യാണ്, ജസ്റ്റ് എഴുതാൻ വന്നവരുണ്ടായിരിക്കും, ജസ്റ്റ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇരിക്കുന്നവർ വളരെ കുറവായിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ അതിന് സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നതാണ് വരിക അല്ലെ. പിന്നെയാണ് നമ്മളെ ട്രേഡ്സ്മാൻ, നമ്മളെ അടുത്തൊരു വലിയ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ആണ്.
ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത് അതില് 18,577 ആണ് നിലവിലെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. ലൈൻമാൻ ഉണ്ട്, ആലപ്പുഴ ലൈൻമാൻ 8,521 വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ കാൻഡിഡേറ്റ്സിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇത് കൺഫർമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ നമ്പറും കൂടി കിട്ടുമ്പോൾ നമുക്ക് ഇതിലൊക്കെ കുറവ് വരാം. കാരണം എക്സാം എഴുതുന്നില്ല ഉള്ളവർ കുറെ ഉണ്ടായിരിക്കും. അപ്പൊ അത് കുറെ കുറയും. അതുകൊണ്ടാണ് ഞാൻ ഈ 30% എന്ന് പറയാൻ കാരണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറവ് സംഭവിക്കാം എന്ന് പറയുമ്പോൾ ഇതൊക്കെ എക്സാം വരുമ്പോഴേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ വന്നിട്ടുള്ള നമ്മളെ ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് പറഞ്ഞതാണ്. എക്സാം നടക്കുന്ന ഡേറ്റ് അതിലുണ്ട്, 25/4/2024. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് നമ്മളെ ഡേറ്റ് നമ്മളെ മനസ്സിലൊന്നും വേണം. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മളെ മനസ്സിൽ ഏറ്റവും വേണ്ട സാധനം, നിൽക്കേണ്ട സാധനം ആ ഡേറ്റ് ആണ്. 25 നമ്മളിപ്പോ മുന്നിലുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റ് ആണ് അല്ലെ. ആ ഡേറ്റിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിന് മുന്നേ ഞാൻ പറഞ്ഞു കൺഫർമേഷൻ കൊടുക്കണം. അത് 10-ാം തീയതി മുന്നേ എല്ലാവരും കൊടുക്കുക. അതിന്റെ ഹാൾ ടിക്കറ്റ് നമുക്ക് കിട്ടുക 11-ാം തീയതി ആയിരിക്കും. 11-ാം തീയതി മുതലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. ഇനി ഇതിന്റെ സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിലബസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പ്രീവിയസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എക്സാമുകൾ, ലൈൻമാൻ എക്സാമുകൾ, ട്രേഡ്സ്മാൻ എക്സാമുകൾ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എല്ലാ വർഷത്തിലും നടക്കുന്നതാണ് കേട്ടോ. 2022 നടന്നിട്ട്, 23 നടന്നിട്ട്, 24 എന്ത് ചെയ്യണം, നടക്കാൻ വേണ്ടി പോകുന്നു. അത് ഓരോ വർഷത്തും നടക്കുന്നപ്പോ 2022 നടന്നത് 21 വിളിച്ചതായിരുന്നു, 22 നടന്നു, 22 ഇടയ്ക്ക് വിളിക്കുന്നത്, 23 നടക്കുന്നത്. അപ്പൊ ഓരോ വർഷത്തും വിളിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഇപ്പൊ ട്രേഡ്സ്മാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടന്നു വരുമായിരുന്നു. ഇപ്പൊ ഇനി അങ്ങനെ വിളിക്കാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് മാറി സ്റ്റേറ്റ് വൈസ് ആയിട്ടുണ്ടായിരുന്നു അല്ലെ. ലൈൻമാൻ ഒക്കെ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇതിൽ വെറും ആലപ്പുഴ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അല്ലെ. കഴിഞ്ഞാൽ എന്തായിരുന്നു, എന്ത് ചെയ്യുന്നു, കഴിഞ്ഞാൽ കുറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വയനാടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ലൈൻമാന്റെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യും വിളിക്കും. പിന്നെ ഇലക്ട്രീഷ്യൻ തന്നെ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതങ്ങനെ ഓരോ വർഷവും എന്ത് ചെയ്യും, ഈ എക്സാം ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളാണിത്. അപ്പൊ ഇവിടെ നമുക്ക് 10 മോഡ്യൂളുകളാണുള്ളത്. 10 മോഡ്യൂളുകൾക്കും 10 മാർക്ക് വീതം 100 മാർക്കാണ് നമുക്ക് വരുന്നത് അല്ലെ. PSC എക്സാം നമുക്കറിയാം 100 മാർക്കാണ്, 1.5 മണിക്കൂറാണ് എക്സാം ഉണ്ടായിരിക്കുക. അപ്പൊ 10 മോഡ്യൂളുകളാല് 10 മാർക്ക് വീതം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മളെ സിലബസ് PSC നമുക്ക് തന്നിട്ടുള്ളത്. ആ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി. ആ പേരുകൾ ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. അതിന്റെ മാർക്കും അതിന്റെ ഒരു വെയിറ്റേജ് എത്രയെന്നുള്ളതും അതിന്റെ മാർക്ക് എത്രയെന്ന് നമുക്ക് പറഞ്ഞു പോവാം. അതിലൊരു മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. വെയിറ്റേജ് നമുക്ക് പറയാനില്ല. ഈ മോഡ്യൂളുകൾക്കെല്ലാം ഈക്വൽ വെയിറ്റേജ് ആണ് എന്ത് ചെയ്യുന്നത്, കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈക്വൽ പ്രാധാന്യം നമ്മൾ എല്ലാ മോഡ്യൂളുകൾക്കും എന്ത് ചെയ്യണം, കൊടുക്കണം. 10 മാർക്കാണ് വരുന്നത് അല്ലെ. പിന്നെ രണ്ടാമത്തെ മോഡ്യൂൾ ഓംസ് ലോ ആണ്, അവിടെയും 10 മാർക്കാണ് വരുന്നത്. മൂന്നാമത്തെ മോഡ്യൂൾ മാഗ്നറ്റിസം ആണ്, അവിടെയും 10 മാർക്കാണ് വരുന്നത്. നാലാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ് ആണ് വരുന്നത്. ഈക്വലി നമുക്ക് 10 മാർക്ക് തന്നെയാണ് വരുന്നത്. അഞ്ചാമത്തെ മോഡ്യൂൾ DC മെഷീൻ ആണ്, 10 മാർക്കാണ് വരുന്നത്. ആറാമത്തെ മോഡ്യൂൾ AC മോട്ടോ സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് ആണ് വരുന്നത്, 10 മാർക്കിന്റെ മോഡ്യൂൾ ആണ്. ഏഴാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്, ഇത് നമ്മൾ 10 മാർക്കിന്റെ മോഡ്യൂൾ തന്നെയാണ്. എട്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്, 10 മാർക്കിനാണ്. ഒൻപതാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് പവർ ജനറേഷൻ ആണ്, 10 മാർക്ക്. ആൻഡ് 10ാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഒക്കെ വരുന്ന ഭാഗം, അതും 10 മാർക്കിനാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് അനുസരിച്ച് 1 to 10 നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അവിടെ തന്നിട്ടുണ്ട്. PSC ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വെച്ച് എന്തൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ള രീതിയിലാണ് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നിങ്ങൾ സിലബസ് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം സിലബസ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ മോഡ്യൂൾ വൈസ് പഠിക്കുക എന്നുള്ളത് ഇപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ മോഡ്യൂളിനുമുള്ള വെയിറ്റേജ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു മോഡ്യൂളിന്റെ വെയിറ്റേജ് ഈക്വൽ ആണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ ഇതില് ചില ആളുകളുടെ കാര്യം നോക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് സബ്ജക്റ്റ് ആയിരിക്കും. അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഈസി ആയിട്ട് വരുന്നതായിരിക്കും അല്ലെ. അപ്പോൾ അവർ വെയിറ്റേജ് നോക്കി പഠിക്കുന്ന സമയത്ത് ഈ ബേസിക് ഇലക്ട്രിസിറ്റിക്ക് എടുക്കുന്ന അതേ സമയം നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് എന്താണ് ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതെന്ത് ചെയ്യാണ്, ഒന്ന് കവർ ചെയ്ത് പഠിക്കുക. അതായത് രണ്ടിനും ഒരുപോലെയുള്ള ടൈം വെച്ചിട്ടായിരിക്കും നമ്മൾ, ഞാനിപ്പോ ഇവിടെ പറയുമ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ പറയുമ്പോഴൊക്കെ പറയുന്നത് രണ്ടിനും ഒരുപോലെയുള്ള ടൈം വെച്ചിട്ടായിരിക്കും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ള ടൈം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് കൂടുതലുമായിട്ട് വെക്കുക. അത് റിവിഷൻ ടൈമിലൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. പഠിച്ചു പോകുന്ന സമയത്ത് അത് അതുപോലെ ആ ടൈം വെച്ചിട്ട് തന്നെ പഠിച്ചു പോവുക. റിവിഷൻ സമയത്തൊക്കെ എന്ത് ചെയ്യുക, അതിന് കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കുക. നമുക്ക് അറിയാത്ത ടോപ്പിക് ഏതാണോ അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ സിലബസ് എന്ന് പറയുന്നത്. സിലബസിലെ മെയിൻ
മൊഡ്യൂളുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. 10 മൊഡ്യൂളുകളാണ് നമ്മൾ പറഞ്ഞു. 10 മൊഡ്യൂളുകൾക്കും 10 മാർക്ക് വീതമാണ് കേട്ടോ. അപ്പൊ ആ ഇലക്ട്രീഷ്യൻ എക്സാം ഒക്കെ മുന്നേ എഴുതിയവരാണെങ്കിൽ ഈ മൊഡ്യൂളുകളൊക്കെ കണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ പ്രീവിയസ് ആയിട്ട് 2022-ലെയും 21-ലെയും 22, 21, 20-ലെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മൊഡ്യൂൾ വൈസ് തന്നെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. മൊഡ്യൂൾ വൈസ് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മൊഡ്യൂൾ വൈസ് ആണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊക്കെ പറയാം. നമ്മൾ എ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ 1 to 10, അതുപോലെ തന്നെ 11 to 20 എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ മൊഡ്യൂൾ, രണ്ടാമത്തെ മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപോലെ ചോദിക്കുന്നൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ മൊഡ്യൂൾ വൈസ് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പൊ PSC എടുക്കുന്നത്. പക്ഷെ ഈ മൊഡ്യൂളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, 100% കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അത് നമുക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. എങ്ങനെയൊക്കെയാണ് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് എഴുതുക എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്ന് മാത്രം കേട്ടോ. അപ്പോ നമുക്ക് ഒരു സ്ട്രാറ്റജി ടു വിൻ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു 60 days പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ ആ 60 days പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് മൊഡ്യൂൾസ് ആയിട്ട് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ നമുക്കിപ്പോ അറിയുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരുണ്ടായിരിക്കാം, ITI കഴിഞ്ഞവരുണ്ടായിരിക്കാം, ഈവൻ BTech കഴിഞ്ഞവരുണ്ടായിരിക്കാം. കാരണം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമുകളാണ് അല്ലെ. എല്ലാ എക്സാമുകളും എന്താണ് ഇതിലിപ്പോ അങ്ങനെ ഒരു ഇപ്പൊ നമുക്ക് ആ ഒരു രീതിയിലൊന്നുമില്ല. ഇതായത് ജസ്റ്റ് എന്ത് ചെയ്യാണ്, ബിടെക് വരെയൊക്കെ നമുക്ക് എല്ലാവർക്കും എഴുതുന്ന എക്സാമുകൾ തന്നെയാണ്. മീതേക്ക് എന്ത് ചെയ്യാണ് ക്വാളിഫിക്കേഷൻ, കാരണം താഴെയുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് എന്താണ് മേലേക്കുള്ള ക്വാളിഫിക്കേഷൻ പോയവരുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയാം, BTech പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ വേണ്ട. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് നമ്മളെ സിലബസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കൂടുതൽ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ ജസ്റ്റ് നമ്മൾ സാധാരണ പറയില്ലേ, കാട് കയറി പഠിക്കണ്ടെന്ന് പറയില്ലേ, അതുപോലെ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മളെ സിലബസിൽ എന്താണോ ഉൾപ്പെട്ടിട്ടുള്ളത് ആ സിലബസിൽ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ആ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ, അത് 2021, 2022-ലൊക്കെ കിട്ടി നടന്നിട്ടുള്ള എക്സാമുകളുടെ ഒക്കെ, ലൈൻമാൻ എക്സാമുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് PSCയുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നോക്കാം മൊഡ്യൂൾ വൈസിൽ എന്തൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളെ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ്, എങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇന്നത്തെ ഇതിൽ തന്നെ നമ്മൾ സ്റ്റഡി പ്ലാനിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നോക്കിയാൽ മതി എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം വേണ്ടത്. ആദ്യം നമ്മൾ സിലബസും അതുപോലെ തന്നെ നമ്മളെ മൊഡ്യൂളുകളും എങ്ങനെയാണ് വരുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കാൻ ഇരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് പഠിക്കണം അല്ലെ. ഒന്നാമത്തെ കാര്യം നമ്മൾ സിലബസ് പഠിക്കുക എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് അതിൽ എന്തൊക്കെ വരുന്നത് എന്നുള്ളത് പഠിക്കാം. ഇനി രണ്ടാമത്, ഇപ്പൊ നമുക്ക് മൊഡ്യൂളുകൾ കിട്ടിയില്ലേ, ഈ മൊഡ്യൂളുകളിനെ വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മളെ ദിവസത്തിനനുസരിച്ചിട്ടും അതിന്റെ വെയിറ്റേജിനനുസരിച്ചിട്ടും തിരിക്കാം. അപ്പോൾ അത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് 60 days ആണ്, അത് ഞാൻ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോരുത്തരെയും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചിലപ്പോൾ ചില ആളുകൾക്ക് ബേസിക് ഇലക്ട്രിസിറ്റി എളുപ്പമായിരിക്കാം, ചില ആളുകൾക്ക് ഈ ഓംസ് ലോ, ക്രിച്ചോഫ് ലോ എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂൾ എളുപ്പമായിരിക്കാം. അപ്പൊ അങ്ങനെ എളുപ്പമുള്ള മൊഡ്യൂളുകളൊക്കെ നോക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ എന്താ ഉള്ളത്, ഡിവൈഡ് ദ മൊഡ്യൂൾസ് ഓർ ടോട്ടൽ ഡേയ്സ് അല്ലെ. മൊഡ്യൂളും ടോട്ടൽ ഡേയ്സും അതിനുള്ളിലുള്ള കണ്ടന്റും അതുപോലെ തന്നെ അതിന്റെ വെയിറ്റേജിനും അനുസരിച്ച്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത്, കണ്ടന്റ് ഇപ്പൊ എല്ലാം ശരിക്കും ഒരേ കണ്ടന്റ് ആണ്, പക്ഷെ എന്താണ് അത് നമുക്ക് പെട്ടെന്ന് നല്ല ഈസി ആണല്ലോ എന്ന് തോന്നാൻ കാരണം നമ്മൾ അതിന് അത്രത്തോളം പഠിച്ചതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അല്ലെ. വെയിറ്റേജ് പിന്നെ നമുക്ക് എന്താണ്, ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. അതുകൊണ്ട് ഈ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇത് ഡിവൈഡ് ചെയ്ത് തരുന്നത് കേട്ടോ. ഓരോന്നും എങ്ങനെ പഠിക്കണമെന്നത് ഡിവൈഡ് ചെയ്ത് തരുന്നത്. പിന്നെ എന്താ ഉള്ളത്, ഫൈൻഡ് ഔട്ട് ദ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെ. സ്റ്റഡി മെറ്റീരിയൽസ് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടതാണ്, സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യണം. സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. ഈ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് എവിടുന്നാ കിട്ടാം, ടെക്സ്റ്റ് ബുക്കുകളും വീഡിയോസും ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്യണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ നമുക്കറിയാം, ബിഗ് ലേണിംഗിന്റെ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ നമുക്ക് ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നിമിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിമിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് ITI ടെക്സ്റ്റ് ബുക്കുകൾ. നിമിയുടെ എന്ന് പറയുന്നത്, നിമി എന്ന് പറയുന്നത് ഒരു മീഡിയ ആണ്. ആ മീഡിയയിൽ നിർമ്മിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ITIക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇതിന് നമുക്ക് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, ITIക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, അത് പല പ്രൈവറ്റ് ഇതും ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ നിമി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻ ഏജൻസിയാണ് തരുന്നത്. അതല്ലാതെ അല്ലെങ്കിൽ മീഡിയ ഏജൻസിയാണ് നമുക്ക് എന്ത് തരുന്നത്,
ഇനി അതല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പല പബ്ലിക്കേഷൻസിന്റെയും പുറത്തുള്ള മറ്റു പബ്ലിക്കേഷൻസിന്റെ ഒക്കെ ബുക്കുകൾ ഉണ്ടായിരിക്കും ITI ബേസ് ചെയ്തിട്ടുള്ള. ആ ബുക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഒന്നും കൂടി നല്ലത് ഞാൻ പറയുന്നു നിമിയാണ്. കാരണം നിമി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ അതേ വേർഡുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതേ വേർഡുകൾ എടുത്തിട്ട് ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഈ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫില്ലിംഗ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതേ വേർഡുകൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ അതേ കാര്യങ്ങൾ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുണ്ട്. പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നു PSCയുടെ പ്രീവിയസ് ആൻസർ കീയിലുള്ള ആൻസേഴ്സ് തന്നെയാണ് പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് വരിക എന്നൊക്കെ പറയായിരുന്നു. ഇപ്പൊ നമുക്ക് അതൊക്കെ മാറി നിമി ബുക്കുകളിലുള്ള ആൻസർ കീ ഒക്കെയാണ് നമുക്ക് ആൻസറുകളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് റെഫറൻസ് ബുക്കുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്കിപ്പോ എക്സാമിന്റെ ഒരു ജസ്റ്റ് നമ്മളെ റിസൾട്ട് ഒക്കെ വന്നിട്ട് നമുക്ക് അതിലെന്തെങ്കിലും ഇത് വരുമ്പോൾ, നമ്മളെ റിസൾട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സാം കഴിഞ്ഞിട്ട് നമുക്കൊരു ആൻസർ കീ കിട്ടില്ല. ആൻസർ കീ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ. അപ്പൊ അത് കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു നിമി ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അതൊരു റെഫറൻസ് ബുക്ക് ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യാം, നോക്കാം. ഇനി രണ്ടാമത്തത്, പ്രിപ്പയർ ദ കണ്ടന്റ് ബേസ്ഡ് ടൈം ടേബിൾ പെർ ഡേ ആൻഡ് സ്റ്റാർട്ട് യുവർ ക്ലാസ്സസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ടൈം ടേബിൾസ് ഇത്ര ദിവസത്തേക്കുള്ളത് നിങ്ങൾ തരുന്നുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ഇന്ന് തന്നെ അറേഞ്ച് ചെയ്യാം. ഞാൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ടേബിൾ ആണ്, അല്ലെങ്കിൽ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഒരു നാളെ മുതൽ എക്സാമിന്റെ തലേ ദിവസം വരെയുള്ള ഒരു സ്ട്രാറ്റജിക്ക് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ ആ ടൈം ടേബിളും ഇന്ന് നമ്മളെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷം ടൈം ടേബിളും കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നാളെ മുതൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം അല്ലെ. പിന്നെന്താ ഉള്ളത്, കണ്ടക്ട് എ ടൈറ്റ് സ്ട്രാറ്റജി എന്നാ പറഞ്ഞത്, ടെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം നമ്മൾ EQA അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപിടിക്കുക. അത് ഡെയിലി ബേസ്ഡ് ആയിട്ടും നമ്മളിപ്പോ പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേഷൻ പറയുന്നുണ്ട്, അതേപോലെ തന്നെ റിവിഷനും പറയുന്നുണ്ട്. ആ സമയങ്ങളിലും ചെയ്യാം, അതാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ബിഗ് ലേണിംഗിന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ NSL ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ചെയ്ത് ചെയ്യുക എന്നുള്ളതും അതുമായിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ കണ്ടക്ട് ടെസ്റ്റ് സ്ട്രാറ്റജി എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യമാണ് ഈ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിക്കുന്നതിന്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. 5 സ്റ്റെപ്പ് വരെ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ അത് 5 സ്റ്റെപ്പ് ചെയ്യും. 6ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അല്ലെങ്കിൽ 6ാമത്തെ സ്റ്റെപ്പിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈം കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 6ാമത്തെ സ്റ്റെപ്പിനുള്ള ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് ശേഷമാണ് ബാക്കി 5 നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള ടൈം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, 5 സ്റ്റെപ്പിന്റെ ടൈമിന് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്താണ് ആ സാധനം, റിവിഷൻ കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് അതിനു വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്, നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ പഠിക്കുന്നത് നമ്മൾ എന്താണ്, കറക്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. കാരണം ഈ റിവൈസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നം, നമ്മൾ എക്സാമിന്റെ ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വയ്ക്കാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 3 മാസം ഉണ്ട് അല്ലെ നമ്മളെ മുന്നിൽ. ആ 3 മാസം കഴിഞ്ഞ് ആ 3 മാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാം വരുന്നത്. അതായത് ഇന്നിപ്പോ ജനുവരി 25 ഏപ്രിൽ 25 നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാം വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചു പോയ കാര്യം നമുക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ എക്സാമിന്റെ ഡേറ്റിൽ വന്നിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ ചില ബുദ്ധിമുട്ടുകൾ വരാം. കാരണം 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ അങ്ങനെ ആയിരുന്നു എന്നുള്ള ചിന്ത നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വരാം. അപ്പൊ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും റിവൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാം ഹാളിലേക്ക് ചെല്ലുക എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് 10 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസമൊക്കെ ടൈം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, പോവാ. അതിന്റെ മുന്നേ ആയിട്ട് ഇപ്പൊ ഏപ്രിൽ മാസത്തിൽ നമ്മൾ എക്സാം 25 നടക്കുന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഇപ്പൊ നമുക്ക് വിഷു ഒക്കെ വരുന്നുണ്ടല്ലേ ഏപ്രിലിൽ. അപ്പൊ ആ ഒരു ടൈമിന് ഇതായിട്ട് നമുക്ക് ഇതിന്റെ ഇടയിൽ കുറെ ഇതുണ്ട് കേട്ടോ. വിഷു ഉണ്ട്, ഈസ്റ്റർ വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ പെരുന്നാൾ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഉള്ളിലാണ് വരുന്നത് അല്ലെ. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സമയം പഠിക്കേണ്ട സമയത്തിനുള്ളിൽ തന്നെയാണ് നമുക്ക് വരുന്നുണ്ടാവുക. എല്ലാ സെലിബ്രേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിവിഷനും കാര്യങ്ങൾക്കുള്ള ടൈം നമ്മളവിടെ കണ്ടെത്തി തന്നെ വേണം. റിവിഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നടത്തണം അല്ലെ.
പിന്നെ നമുക്ക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണേ, അതിലുള്ള ഡൗട്ട് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകണം. ഡൗട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക ഒന്നും വേണ്ട. ജസ്റ്റ് എന്താണ് ഡൗട്ട് വന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഡൗട്ട് ഒന്ന് എഴുതി വെക്കാം, അത് ക്ലിയർ ചെയ്യാം. അത് ക്ലിയർ ചെയ്യാനുള്ള ഏത് സോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു 5 ദിവസം, ലാസ്റ്റ് 5 ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഫൈനൽ ഇവാലുവേഷൻ ആണ്. അത് മോക്ക് ടെസ്റ്റോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടോ, പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടോ, നമുക്ക് ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ വിത്ത് ആൻസർ കീ ഒക്കെ നമുക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രീവിയസ് ആയിട്ടുള്ള ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലൊക്കെ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പിന്നെ മോക്ക് ടെസ്റ്റുകൾ ക്ലാസ്സിന് ചേരുന്ന സമയത്ത് മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, വളരെ കോൺഫിഡൻസ് നമ്മൾ ഹയർ ആക്കി വെക്കുക അല്ലെ. നമ്മൾ കോൺഫിഡൻസ് ഹയർ ആക്കുന്തോറും നമുക്ക് ഉള്ള ചാൻസ്, അതായത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെ നമുക്ക് ആ ഒരു ആൻസർ കിട്ടാനുള്ള ചാൻസ് നമുക്ക് വളരെ കൂടുതലായിട്ട് വരും. അപ്പൊ ഇതാണ് നമ്മളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്, എങ്ങനെ നമുക്കൊരു വിജയിക്കാം എന്നുള്ള കാര്യങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഇതിലുള്ള ആദ്യത്തെ 3 സ്റ്റെപ്പ് പ്ലസ് റിവിഷൻ വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതൊന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനു വേണ്ടി നമുക്കുള്ള റെഫറൻസ് ബുക്കുകൾ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബുക്കുകൾ വേണമല്ലോ അല്ലെ. മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മൊഡ്യൂൾ ഇപ്പൊ നമുക്ക് PSC തിരിച്ചു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് മൊഡ്യൂൾ എന്നുള്ള. അതിന്റെ സബ് മൊഡ്യൂളുകൾ നോക്കേണ്ടതുള്ള കാര്യം അതും PSC നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്കൊരു ടൈമും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്താൽ മതി, സെറ്റ് ചെയ്താൽ മതി. പിന്നെ നിമി ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടാണ് വരുന്നത്. നിമി ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ റെഫറൻസ് ബുക്കുകളായിട്ട് എടുക്കുന്നത്. ആ നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള വെബ്സൈറ്റ് ആണ് ഭാരത് സ്കിൽസ് എന്ന് പറയുന്നത്. https://bharatskills.gov.in എന്ന് പറഞ്ഞ സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഈ ബുക്കുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നന്നായിട്ട് വരുന്ന ഒരു ബുക്കാണ് ഒബ്ജക്റ്റീവ് ഇൻ ഇലക്ട്രിക്കൽ ടെക്നോളജി. എസ് ചന്ദിന്റെ പബ്ലിക്കേഷൻസിൽ വരുന്ന അല്ലെങ്കിൽ എസ് ചന്ദിൽ വരുന്ന ബുക്കാണ് ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ ITI എക്സാമിനൊക്കെ വരുമ്പോൾ കുറച്ച് ഷോർട്ട് നോട്ടുകളും അതേപോലെ തന്നെ ഇപ്പോഴത്തെ മോഡൽ ക്വസ്റ്റ്യൻസും, അതിൽ എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നില്ല, ഡിപ്ലോമ വൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ വരുന്നുണ്ട്. എന്നാലും നല്ലൊരു ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ബുക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാം ഒക്കെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിമിയുടെ മോക്ക് ടെസ്റ്റിന്റെ ആപ്പ് ഉണ്ട്. അതായത് നമ്മൾ ITIയുടെ മോക്ക് ടെസ്റ്റിന്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കും ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളെ റെഫറൻസ് ബുക്കുകളും കാര്യങ്ങളും വരുന്നതാണ്. ഇത് നമ്മളെ ബുക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് പ്രിന്റ് ഔട്ട് എടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. നിമിയുടെ ബുക്കുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാങ്ങാനുള്ള ഇത് വളരെ കുറവാണ്, നമുക്ക് സോഴ്സും കാര്യങ്ങളും കുറവാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രിന്റ് ഔട്ട് എടുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോക്കി വെക്കുക. ഇനി നമ്മൾ എന്താണ് ഒരു 60 ദിവസത്തെ ഡേ ബൈ ഡേ സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 60 ദിവസം കൊണ്ട് നമുക്ക് ഈ എക്സാമിന് എങ്ങനെ ക്രാക്ക് ചെയ്യാം, 60 ദിവസത്തിൽ നമുക്ക് എങ്ങനെ ഇത് പഠിക്കാം എന്നുള്ള ഒരു ഡേ ബൈ ഡേ സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പോ ഇനി ഇത് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഈ എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈം ടേബിൾ നമുക്ക് പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ കേട്ടോ, ഇതാക്കണ്ട, ജസ്റ്റ് മൈക്ക് ഇതാക്കിയിട്ട് ചോദിച്ചോളൂ. എക്സാമുമായിട്ടോ സിലബസുമായിട്ടോ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പറയാം അല്ലെ, എങ്ങനെ ഡേ ബൈ ഡേ സ്ട്രാറ്റജി നമുക്ക് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഇപ്പൊ 60 days ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നാളെ തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 90 days നമുക്ക് വരുന്നുണ്ട്. അത് 60 daysന്റെ കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി ദിവസങ്ങൾ നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനൊപ്പം നമ്മൾ ഇവാലുവേഷൻ കാര്യങ്ങളുമായിട്ട് മാറ്റി വെക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മള് മൊഡ്യൂൾ 1 നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 6 ദിവസം വെച്ചിട്ട്, ഇപ്പൊ 60 days അല്ല നമുക്ക് മുന്നിലുള്ളത്, 10 മൊഡ്യൂൾ അല്ല, അപ്പൊ 6 × 10 60 ദിവസം അല്ലെ. അപ്പൊ 6 ദിവസമാണ് നമ്മൾ ഒരു മൊഡ്യൂളിന് വേണ്ടിയിട്ട് വെക്കുന്നത്. 6 ദിവസമാണ് ഒരു മൊഡ്യൂളിന് വെക്കുന്നത്. അത് എല്ലാ മൊഡ്യൂളിനും ഞാൻ ഈക്വൽ ദിവസമാണ് വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു വെയിറ്റേജ് എല്ലാം എന്താണ്, സെയിം ആണ്. അപ്പൊ വെയിറ്റേജ് വെച്ചിട്ടാണ് ദിവസം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിനുള്ളിൽ വരുന്ന ഓരോരോ പാർട്ട് ചെയ്യുന്നത് നമുക്ക് എന്താണ്, പഴയ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതെന്താണ്, അത് നമ്മൾ എന്തുകൊണ്ടാണ് മാറ്റം വരുത്താൻ പറയുന്നത്, അത് നമുക്ക് എത്രത്തോളം ഓരോ സബ്ജക്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് പഠിക്കാൻ വേണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം കേട്ടോ. ഇത് ഞാനിപ്പോ ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ആ എത്രത്തോളം കണ്ടന്റ് അവിടെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം കൂടി വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ തരുന്നത്. മൊഡ്യൂൾ 1 നമുക്ക് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, ഫ്ലക്സ് ആൻഡ് സോൾഡറി ടെക്നിക്ക്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്പ് ഓഫ് വയർസ് ആൻഡ് കേബിൾസ്, അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഡേ 1 നമ്മൾ എന്ത് ചെയ്തു, ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി പഠിച്ചു. അവിടെ നമുക്ക് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ടേംസ് ഉണ്ട് അല്ലെ, വോൾട്ടേജ്, കറണ്ട്, അങ്ങനത്തെ ടേംസ് ഒക്കെ പഠിക്കാനുണ്ട്.
അപ്പൊ അതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് തീർക്കുന്നില്ല, രണ്ടാമത്തെ ദിവസത്തിലും കൂടി ഈ ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ ഇടുന്നുണ്ട്. ഒപ്പം നമുക്കവിടെ പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഈ പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്ററിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. റെസിസ്റ്റൻസ് എന്നാണ് എഴുതുന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പ്രധാനമായിട്ട് ഈ റെസിസ്റ്ററിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. അതിന്റെ മെഷർമെന്റ്സ് എങ്ങനെയാണ്, ഡിഫറെന്റ് നമുക്കറിയാം അല്ലെ, ലോ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ പഠിക്കേണ്ടത്, ഡേ 2 നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ 2 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബേസിക് ഇലക്ട്രിസിറ്റി മൊത്തമായിട്ട് ക്ലിയർ ചെയ്തു. മൂന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ടത് ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക് ആണ്. ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക്ക് പഠിക്കാം. അതേപോലെ തന്നെ നാലാമത്തെ ദിവസം കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് പഠിക്കുക അല്ലെ. ഓരോ കണ്ടക്ടറിന്റെ അതുപോലെ തന്നെ ഇൻസുലേറ്ററിന്റെ സെമി കണ്ടക്ടറിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ പഠിക്കാം. ഇതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിലേക്ക് പോകുന്ന അത്ര പോലും നമ്മൾ ഇത് പോകണ്ട. ജസ്റ്റ് നമ്മൾ ഒരു ITI ലെവൽ എക്സാം ആണ് എഴുതുന്നത്. കുറച്ചും കൂടി പ്രാക്ടിക്കലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചോണം. കാരണം ITI എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആണല്ലോ വരിക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഫ്ലക്സ് ആൻഡ് സോൾഡറിങ് ടെക്നിക് ഉണ്ട് അവിടെ. ഫ്ലക്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലക്സ് ഉണ്ട് അല്ലെ. ഇലക്ട്രീഷ്യൻസ് സോൾഡർ, ടിൻമാൻ സോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോൾഡർ ഉണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഫ്ലക്സുകൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക അവിടെ നമ്മൾ കൂടുതലായിട്ടും പഠിക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഡേ 5ലേക്ക് വരുമ്പോൾ, ലാസ്റ്റ് അല്ല ഡേ 5ലേക്ക് വരുമ്പോൾ, പക്ഷെ നമ്മൾ ഈ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണിത്. എന്താണ് ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തു, 5 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലെ. ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസിൽ എന്ത് ചെയ്യുന്നുണ്ട്, XLPE കേബിള്, നമ്മളെ അണ്ടർഗ്രൗണ്ട് കേബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന കേട്ടോ. പിന്നെ കേബിളിന്റെ ജോയിന്റുകൾ, കേബിൾ ജോയിന്റുകൾ, പിന്നെ നമുക്ക് എന്താണ് കേബിൾ ജോയിന്റ്സ് നമുക്ക് ഏതൊക്കെയാണെന്ന് പഠിക്കണം. പിന്നെ നമുക്ക് എന്തുണ്ട്, അതിന്റെ ഓരോ മെത്തേഡുകൾ, അതിനിപ്പോ ജോയിൻ ചെയ്യുമ്പോൾ അതിന് എങ്ങനെയൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത്, അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ പൂർണ്ണമായിട്ടും പഠിച്ചു പോകണം. ഇനി ഇതിലെ ഓരോ മോഡ്യൂളിന്റെയും ആ മോഡ്യൂളിന്റെ പഠിക്കുന്ന 6ാമത്തെ ദിവസം, ആ മോഡ്യൂൾ നമ്മൾ പഠിക്കുന്ന 6ാമത്തെ ദിവസം, അല്ലെങ്കിൽ ഓരോ മോഡ്യൂളിനും അതിന്റെ 6th ഡേ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 7th ഡേ സിമിലർ അല്ലെ. അതുപോലെ 6th ഡേ എന്ന് പറയുന്നത്, 6th ഡേ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ് ഇത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും ടോപ്പിക് ഏതെങ്കിലും രീതിയിൽ പെൻഡിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ 6th ഡേ ക്ലിയർ ചെയ്യണം. പെൻഡിങ് ക്ലിയർ ആയി മാത്രമായിട്ട് 6th ഡേ യൂസ് ചെയ്യരുത്. അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് ഇടാം. ഒന്ന് റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ച കൊണ്ട് പഠിച്ച കാര്യമാണ് അല്ലെ, 5 ദിവസം കൊണ്ട് പഠിച്ച കാര്യമാണ്. 5 ദിവസം കൊണ്ട് പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക, എങ്ങനെയൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ജസ്റ്റ് നോക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഈ മോഡ്യൂൾ 1 ബന്ധപ്പെട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും സോഴ്സ്, നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളായിട്ട് നമ്മളെ ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. മറ്റ് സോഴ്സുകൾ ഉണ്ട്, നമ്മളെ ഇന്റർനെറ്റിലൊക്കെ മറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നുണ്ട്, നിമിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വെച്ചിട്ട് ഈ മോഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കിലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടോ അതിനകത്ത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ദിവസം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടായിരിക്കും. ഈ എഴുതി വെക്കുന്നതിനെ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ പഠിക്കാത്തത് എന്താണ്, എനിക്ക് ഓർമ്മ വരാത്തത് എന്താണ് അല്ലെ. ഞാൻ പഠിക്കാത്തത് എന്താണ്, ഞാൻ പഠിച്ചതിലും എനിക്ക് ഓർമ്മ വരാത്തത് എന്താണ്, ഡൗട്ട് ഉണ്ടാവുന്നത് എവിടെയാണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ വരാം. ഡൗട്ട് ഉണ്ടാവുന്നത് എവിടെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് എന്നാണ്, ഈ 6ാമത്തെ ദിവസമാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഈ 6ാമത്തെ ദിവസത്തോടെ നമ്മളെ മൊഡ്യൂൾ 1 ബന്ധം കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെ പോവാണ്, മൊഡ്യൂൾ 2ലേക്ക് പോകണം. പിന്നെ നമ്മൾ മൊഡ്യൂൾ 1 എന്നേ നോക്കുള്ളൂ, അടുത്ത റിവിഷന്റെ സമയത്തേ നോക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുക എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ക്വസ്റ്റ്യൻ വായിച്ചു അത് വിട്ടുപോയി. പക്ഷെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്താണ്, ആ ക്വസ്റ്റ്യൻ എഴുതലും അതിന്റെ ആൻസറും കിട്ടും. ആ റിവിഷന്റെ കൂടെ നിങ്ങൾക്ക് അത് പഠിച്ചും കൂടി പോയി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ നമ്മൾക്ക് തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻസ് ഉണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ഒക്കെ നമ്മൾ നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിസ്കഷൻ സെഷൻ നടത്തി പോവുക. അപ്പൊ അവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് നമുക്ക് കിട്ടും അല്ലെ. ഇനി നമുക്ക് മൊഡ്യൂൾ 2, ഞാനിത് ഇങ്ങനെ ജസ്റ്റ് ഇനി പറഞ്ഞു പോവാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ട് പോവാം. ഓരോ മൊഡ്യൂളിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസങ്ങളും നമ്മൾ പഠിക്കണം. അപ്പൊ 7ാമത്തെ ദിവസങ്ങൾ എന്താണ്, ഓംസ് ലോ ആൻഡ് ക്രിച്ച്ഹോഫ് ലോ പഠിക്കുക. അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ അതിന്റെ കൂടെ തന്നെ നോക്കുക. പ്രോബ്ലംസ് നോക്കാൻ നമുക്ക് 8ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓംസ് ലോ ആൻഡ് ക്രിച്ച്ഹോഫ് ലോ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോസ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. 9ാമത്തെ ദിവസം നമുക്ക് എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസും
കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റും കൂടി നോക്കാം. എഫക്ട് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് അല്ലെ, അത് നമുക്ക് NTC PTC അതുപോലെ തന്നെ 0 ZTC അതെ കാര്യങ്ങൾ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. പിന്നെ നമുക്ക് കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിൽ എന്തൊക്കെ എഫക്ട് ആണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാണ്ടാവുക. ഡേ 10 നമുക്ക് വരുന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെല്ലുകൾ. ഏതൊക്കെ ടൈപ്പ് സെല്ലാണ് അല്ലെ, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, ഡ്രൈ സെല്ല്, വെറ്റ് സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എക്സാമ്പിൾ, ലെഡ് ആസിഡ് സെല്ല്, ഡ്രൈ സെല്ലിൽ തന്നെ നമ്മൾ കാർബൺ സെല്ല്, നമ്മൾ പറഞ്ഞ ഓരോന്നിനും എക്സാമ്പിൾസ് നമുക്ക് പഠിക്കുന്നുണ്ട് അല്ലെ. ഈ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് സെല്ല് പഠിക്കാൻ കുറച്ച് അധികം ടൈം വേണ്ട ഒരു സാധനമാണ് കേട്ടോ അത്. അവിടെ നമ്മൾ ഒരു ദിവസം തന്നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടോപ്പിക് മാറ്റി. പക്ഷെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, പഠിക്കണം. പക്ഷെ അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. അതിന്റെ കാഥോഡ് ആനോഡ് ഏതാണ്, അതിന്റെ ഒരു വോൾട്ടേജ് എത്രയാണ്. ഇപ്പൊ നമ്മളൊരു പ്രൈമറി സെല്ല് എടുക്കുകയാണെങ്കിൽ അതിന്റെ വോൾട്ടേജ് എത്രയാണ് വരുന്നത്, സെക്കൻഡറി സെല്ല് ആണെങ്കിൽ അതിന്റെ വോൾട്ടേജ് ഏതാണ് വരുന്നത്, അതിന്റെ ആനോഡ് ഏതാ, കാഥോഡ് ഏതാണ്, പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്, അതുപോലെ അതിൽ ഏതാണ് യൂസ് ചെയ്ത് ഇലക്ട്രോലൈറ്റ് എന്നുള്ളത്, പിന്നെ ഡീപോളറൈസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡീപോളറൈസർ ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി. അല്ലാതെ അതിന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിച്ച് നമ്മൾ പോകണ്ട. അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെ തയ്യാറാക്കുന്ന, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഷോർട്ട് നോട്ട് തയ്യാറാക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനിൽ യൂസ് ചെയ്യാം അല്ലെ. ഷോർട്ട് നോട്ട് ഒക്കെ തയ്യാറാക്കുന്നത് നമുക്ക് റിവിഷനിൽ യൂസ് ചെയ്യും ചെയ്യാം. പിന്നെ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സെല്ല്, ബക്ലിംഗ്, സെഡിമെന്റേഷൻ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞാൽ പാരലൽ ആൻഡ് സീരീസ് കണക്ഷൻസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ അവിടെയാണ് നമുക്ക് ഗ്രൂപ്പിംഗ് വരുന്നത്. പിന്നെ കെയർ ആൻഡ് മെയിൻ്റെനൻസ് നമ്മൾ പെട്രോളും ജെല്ലി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ബഗ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ആണ്, ലെഡ് ആസിഡ് സെല്ലിൽ നിന്ന് വരുന്ന ഡിഫക്റ്റ് ആണ് ബക്ലിംഗ്, സെഡിമെന്റേഷൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അവിടെ നമ്മൾ കഴിഞ്ഞു. അന്നത്തെ 5 ദിവസം, ആ മോഡ്യൂളിന്റെ 5 ദിവസം കഴിഞ്ഞു. 6ാമത്തെ ദിവസം വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, റിവിഷനിലേക്ക് എത്തി അല്ലെ. 6ാമത്തെ ദിവസം നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, റിവിഷനിലേക്ക് എത്തി. അപ്പൊ ഇവാലുവേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്തു, റിവിഷനും കൂടി അവളെ ആ ഡേ 12 നമ്മൾ എന്ത് ചെയ്തു, ചെയ്തു. അപ്പൊ ഡേ 12 നമ്മൾ എന്ത് ചെയ്തു, ഇവാലുവേഷനും റിവിഷനും ചെയ്തു. അവിടെ നമുക്ക് എന്ത് ചെയ്തു, മൊഡ്യൂൾ 2 നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് മൊഡ്യൂൾ 2 നമ്മൾ തറവാക്കി നമ്മൾ എന്ത് ചെയ്തു, അവിടെ വെച്ചു അല്ലെ. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, മൊഡ്യൂൾ 3ലേക്ക് പോയി. മൊഡ്യൂൾ 3 നമ്മൾ മാഗ്നറ്റിസം ആണ് നമ്മൾ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ പാരാ, ഡയ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇതൊരു പേര് പറയുന്നുണ്ടെങ്കിലും ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന് ക്വസ്റ്റ്യൻ വരുന്നത് കുറവാണ്. ഇപ്പൊ നമ്മളെ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, അതുപോലെ തന്നെ ടെമ്പററി മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിട്ട് വരുന്നത്. നമുക്ക് പ്രധാനമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡേ 14 MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിയാക്ടൻസ് എന്ന 3 ടേം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ 3 ടേം അല്ല അവിടെ ശരിക്കും പഠിക്കേണ്ടത്. ഇലക്ട്രോ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, അവിടെ പഠിക്കണം. അത് നമ്മുടെ സിലബസിൽ പറഞ്ഞാണ് MMF, ഫ്ലക്സ് ഡെൻസിറ്റി, റിയാക്ടൻസ് എന്ന് പറയുന്നത്. അത് ഞാൻ ആ സിലബസ് അതുപോലെ ഇട്ടിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട് സോളിനോയിഡ് മുതൽ ഇലക്ട്രോ മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഇൻഡക്ടറും അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ്. പിന്നീട് നമ്മളുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിസവും അതുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് അല്ലെ, റൂളുകൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ അവിടെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം വരുന്നത്. അപ്പൊ 2 ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചു മതി. 2ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളുകൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യണം, നോക്കണം എന്ന് മാത്രം. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. കോർക്ക് സ്ക്രൂ റൂൾ ഉണ്ട്, തമ്പ് റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ട്. ഇങ്ങനത്തെ റൂളുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൂടെ പഠിച്ചു പോകണം കേട്ടോ. ഇനിയുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അവിടെ നമ്മളെ സെൽഫ് എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫ് ഇൻഡക്ഷൻ ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട്, ഡൈനാമിക് ഉണ്ട്, സ്റ്റാറ്റിക്സ് ഉണ്ട് അല്ലെ. നമുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. അതുപോലെ തന്നെ ലെൻസസ് ലോ ഉണ്ട്, ഫാഡേഴ്സ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡേ 16 നമ്മൾ എന്ത് ചെയ്യാം, 16 നമ്മൾ പഠിക്കേണ്ടതാണ്. 17 നമ്മൾ കപ്പാസിറ്ററും അതുപോലെ അതിന്റെ ടൈപ്പ്, അതിന്റെ ഫംഗ്ഷൻസും, കപ്പാസിറ്റർ ടൈപ്പ്, അതിന്റെ ഫംഗ്ഷൻസ്, അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, കപ്പാസിറ്ററും ടൈപ്പ് അതിന്റെ ഫംഗ്ഷൻസും അല്ലെ. അപ്പോൾ 17 ദിവസം കഴിഞ്ഞാൽ 18ാമത്തെ ദിവസം നമുക്ക് വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ റിവിഷൻ ആൻഡ് ഇവാലുവേഷനിലേക്ക് എത്തി. അതേതാണ് മൊഡ്യൂൾ 3ന്റെ റിവിഷനും അതുപോലെ തന്നെ ഇവാലുവേഷനും ആയി അല്ലെ. അപ്പൊ ഈ 18ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യാം, വീണ്ടും ഇതൊന്നും കൂടി ചെയ്തു നോക്കുക, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, സാൻ ഫൗണ്ടറി എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് നോക്കണ്ട, ഏത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ, അപ്പൊ ആ സമയത്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരിക. ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ നോക്കി നിൽക്കരുത്. നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും, അതിനിപ്പോ നമ്മൾ പല ബുക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇപ്പോൾ നമ്മളിപ്പോ സാധാരണ IT ബുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുന്നത്, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ എന്ത് ചെയ്യുക, ആൻസർ നോക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക. നമ്മൾ എത്രത്തോളം പഠിക്കാണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക കേട്ടോ.
ഇനി അടുത്തത് മൊഡ്യൂൾ 4 വരുമ്പോൾ ഡേ 19, 20, 21, 22, 23 വരുന്നത് ഓൾട്ടർനേറ്റിംഗ് കറന്റും എർത്തിങ്ങും, പിന്നെ എർത്തിങ്ങും ടൈപ്സ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ, ടൈപ്സ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ 2 ദിവസത്തിൽ എടുത്തു. കാരണം അതിൽ വയറിംഗ് സിസ്റ്റം, വയറിംഗ് ആക്സസറീസ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് 2 ദിവസം ഉണ്ട്. കാരണം നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേഷൻ മുതൽ അതിന്റെ വേവ് ഫോംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് ഫോംസ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് സർക്യൂട്ട് പഠിക്കാനുണ്ട്. പിന്നെ എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കൂടെ പഠിക്കാനുണ്ട്. ഗ്രേഡിംഗ് ഓഫ് കേബിൾസ് ആൻഡ് വയേഴ്സ്, കറന്റ് റേറ്റിംഗ്, ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റാളേഷൻ ബൈ മെഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡേ 23 വരെ നമ്മൾ പഠിച്ചു. 24th എന്ത് ചെയ്തു, ആ മൊഡ്യൂൾ 4ന്റെ റിവിഷൻ നമ്മൾ ചെയ്യും അല്ലെ. ജസ്റ്റ് ഒരു സിമ്പിൾ റിവിഷൻസ് നമ്മൾ ചെയ്തു പോകും. ഇനി മൊഡ്യൂൾ 4 കഴിഞ്ഞാൽ മൊഡ്യൂൾ 5ലേക്ക് എത്താം. അവിടെ നമുക്ക് മൊഡ്യൂൾ 5 ഡേ 25 മുതൽ 29 വരെയാണ് എന്ത് ചെയ്യുന്നത്, മൊഡ്യൂൾ 5 വരുന്നത്. DC ജനറേറ്ററും അതിന്റെ ടൈപ്പും, DC ജനറേറ്ററിന്റെ EMF ഇക്വേഷൻ, അതുപോലെ തന്നെ സീരീസ് ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ വരുന്നത്, DC മോട്ടർ അതിന്റെ ടൈപ്പ്, 2 ദിവസമായിട്ടുള്ളത് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കേട്ടോ. അതിന്റെ ടൈപ്പ്, അതിൽ വരുന്ന കാര്യങ്ങൾ മൊത്തം, ടോർക്കിന്റെ ഒക്കെ, അതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഡെറിവേഷൻ ഇക്വേഷൻ ഒക്കെ പറയുമ്പോൾ ഡെറിവേഷൻ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് എന്താണ് കണ്ടന്റ് ആൻഡ് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മാത്രം നമ്മൾ നോക്കി വെക്കുക കേട്ടോ. പിന്നെ DC മോട്ടോഴ്സിന്റെ സ്റ്റാർട്ടേഴ്സ്, 3 ടൈപ്പ് സ്റ്റാർട്ടേഴ്സ് ഏതൊക്കെയാണ്, സ്റ്റാർട്ടേഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ സ്പീഡ് കൺട്രോളിംഗ് മെക്കാനിസം ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ആർമേച്ചർ ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, അതുപോലെ തന്നെ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ത് ചെയ്യാണ്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ മൊഡ്യൂൾ 5 ഡേ 29 നമ്മൾ ക്ലിയർ ചെയ്യാം. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് നമുക്ക് ഡേ 13 എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ വരുന്നുണ്ട് അല്ലെ. അതും എന്ത് ചെയ്യുക, ആ റിവൈസ് നമ്മൾ ചെയ്ത് പോവാം. ഇനി മൊഡ്യൂൾ 6ലേക്ക് വരുമ്പോൾ നമ്മൾ AC മോട്ടോഴ്സിന്റെ മൊഡ്യൂൾ ആണ്. ഡേ 31 മുതൽ 35 വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മൊഡ്യൂൾ 6 കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി മൊഡ്യൂൾ ആണ് ഈ മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് കേട്ടോ. അവിടെ നമുക്ക് AC മോട്ടോഴ്സ് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ് പ്രധാനമായിട്ടും അവിടെ പഠിക്കാനുള്ളത്. നമ്മളെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആണ്. പിന്നെ ആ സ്റ്റാർട്ടർ പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. DOL സ്റ്റാർട്ടർ, സ്ലിപ്പ് റിംഗ് മോട്ടോർ സ്റ്റാർട്ടർ, ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഒക്കെ പറഞ്ഞല്ലോ അല്ലെ. പ്രധാനമായിട്ട് നമുക്ക് ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം പഠിച്ചു വെക്കുക. ജസ്റ്റ് ഈ സിങ്ക്രണസ് മോട്ടറിന്റെ അതേപോലെ തന്നെ ഓൾട്ടർനേറ്ററിന്റെ ഒക്കെ വർക്കിംഗ് എങ്ങനെയെന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. വർക്കിംഗ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട, വർക്കിംഗ് എങ്ങനെ നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് അതിൽ ചോദിക്കുള്ളൂ. ഇൻഡക്ഷൻ മോട്ടർ പക്ഷെ അങ്ങനെയല്ല. ഇൻഡക്ഷൻ മോട്ടർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഇൻഡക്ഷൻ മോട്ടർ നിന്നാണ് ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ AC മോട്ടർ പാനൽ വയറിംഗിന്റെ AC മോട്ടറിന്റെ പാനൽ വയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഇപ്പൊ നമ്മൾ അതിലിപ്പോ ഈ സ്റ്റാർട്ടറിനൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പാനൽ വയറിംഗിൽ വരുന്ന കാര്യങ്ങളാണത്. അതിനുപയോഗിക്കുന്ന കുറെ ഇതുണ്ട്, നമ്മൾ അതിനുപയോഗിക്കുന്ന കുറെ ആക്സറീസ് ഉണ്ട്. ആക്സറീസിന്റെ പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിൽ പഠിച്ചു വെച്ച് പോവാ. പിന്നെ ഫേസ് സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതും പഠിക്കുക കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് 36ാമത്തെ ദിവസം നമുക്ക് എന്താണ്, ഈ മൊഡ്യൂളിന്റെ അതായത് മൊഡ്യൂൾ 6ന്റെ ഇവാലുവേഷനും അതുപോലെ തന്നെ റിവിഷനും വരുന്ന ദിവസമാണ്. മൊഡ്യൂൾ 6 വരുന്ന ഇവാലുവേഷന്റെ റിവിഷന്റെ ദിവസമാണ് എന്ത് ചെയ്യുന്നത്, ഈ 36th ഡേ എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്തത് എന്ത് ചെയ്തു, നമ്മളെ മൊഡ്യൂൾ 37 മുതൽ 42 വരെ വരുന്ന ദിവസങ്ങൾ. അതിൽ 41 വരെ നമ്മുടെ ടോപ്പിക്കും 42ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ ആണ് വരിക. ഈ മൊഡ്യൂൾ 7 എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 2 കാര്യങ്ങളുണ്ട്. ട്രാൻസ്ഫോമർ അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ AC മോട്ടോഴ്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ AC മെഷീൻസ് പഠിക്കുന്ന സമയത്ത് അതിൽ ട്രാൻസ്ഫോമർ നമ്മൾ പഠിക്കണ്ട. പക്ഷെ അവിടെ നമുക്ക് ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 6ാമത്തെ മൊഡ്യൂളിൽ നിന്ന് 1-2 തവണ ഒരു ട്രാൻസ്ഫോമറിന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുക, അവിടെ ചോദിക്കുക കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തത് 37ാമത്തെ ദിവസം മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും അതിൽ ഇൻഡിക്കേഷൻ ടൈപ്പ്, ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഒക്കെ പഠിക്കുക. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ പഠിക്കാം. 38ാമത്തെ ദിവസം പ്രധാനമായിട്ട് അതിന്റെ 2 ടോർക്ക് മെത്തേഡ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമുക്ക് അതിൽ തന്നെ കൂടെ തന്നെ പഠിക്കാം. അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക്, അതിന്റെ ടോർക്ക് മെത്തേഡുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിനുപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പുള്ള ടോർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക 38ൽ പഠിക്കുക. 39ൽ എന്താണ് പഠിക്കേണ്ടത്, ട്രാൻസ്ഫോമറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നമുക്ക് വേണ്ട. അതിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും അതിൽ പഠിക്കുക. പിന്നെ EMF ഇക്വേഷനും പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. ഞാനിത് രണ്ടും ഒന്നിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ഇതാക്കണ്ട. ഈ EMF ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ബേസ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളും വരുള്ളൂ. പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ വളരെ ലെങ്തി ഉള്ള ടോപ്പിക് ആണ് നമുക്ക് അറിയാം. പക്ഷേ അതിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എന്താണ് പാരലൽ ഓപ്പറേഷൻ എന്നുള്ളതും ട്രാൻസ്ഫോമർ ആയിട്ട് പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചു പോയാൽ മതി. അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ കൂളിംഗുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, ട്രാൻസ്ഫോമറിന്റെ കൂളിംഗ് അല്ലേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൂളിംഗ് മെത്തേഡ് നമുക്കറിയാം. ഏതൊക്കെ ടൈപ്പാണ്,
നാച്ചുറൽ എയർ ഉണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് എയർ ഉണ്ട്, ഓയിൽ വെച്ചിട്ട് കൂൾ ചെയ്യുന്നുണ്ട്, വാട്ടർ വെച്ചിട്ട് കൂൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ കൂളിംഗ് മെത്തേഡുകളാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും അതിലുപയോഗിക്കുന്ന പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ്, ഇപ്പൊ കൺസർവേറ്റർ ടാങ്ക്, ബുക്കോൾസറൽ പോലത്തെ പ്രൊട്ടക്റ്റിംഗ് ഡിവൈസിനെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ 41th ഡേയിൽ നമ്മൾ പഠിക്കാം. 42 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ വീണ്ടും ഈ മൊഡ്യൂൾ 7ന്റെ ഇവാലുവേഷനും അതുപോലെ തന്നെ റിവിഷനും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യാനുള്ള ദിവസങ്ങളായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി മൊഡ്യൂൾ 8ലേക്ക് വരുമ്പോൾ 43 മുതൽ 48 വരെ വരുന്ന ദിവസങ്ങളാണ് വരുന്നത്. 42 നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. 43 മുതൽ 48 വരെ വരുന്നതാണ്. ഇലുമിനേഷനും ഇലക്ട്രോണിക്സും ആണ് വരുന്നത്. ആദ്യത്തെ ദിവസം 43ൽ നമ്മൾ ഇലുമിനേഷനും ലോസ് ഓഫ് ഇലുമിനേഷനും ക്ലിയർ ചെയ്യുക. പിന്നെ എന്താണ് അവിടെ നമുക്ക് ലോസും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ കുറെ ടേംസ് ഉണ്ടാവും, അതിന്റെ യൂണിറ്റുകളൊക്കെ പഠിക്കാണ്ടാവും, പിന്നെ അൺലോക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ പഠിക്കാം അല്ലെ. 44 ടൈപ്സ് ഓഫ് ലാമ്പ് ആണ്, ഒരുപാട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഈ ടൈപ്സ് ഓഫ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2 ദിവസം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യാം പഠിക്കാം കേട്ടോ, കൂടുതലായിട്ട് പഠിക്കാം. പക്ഷെ അതിലും പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, ഈ ലാമ്പ് പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് എന്ത് ചെയ്യാം നോട്ട് ചെയ്തിട്ട് പോവാം കേട്ടോ. 45ൽ വരുന്നത് ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആണ് വരുന്നത്. അവിടെയും നമുക്ക് ഉണ്ട് അയൺ ബോക്സ്, മിക്സർ ഗ്രൈൻഡർ തുടങ്ങി കുറച്ച് ഡൊമസ്റ്റിക് അപ്ലയൻസസ് പഠിക്കാനുണ്ട്. ഹീറ്റർ, അയൺ ബോക്സ്, മിക്സർ ഗ്രൈൻഡർ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. 46ൽ നമ്മളെ ബേസിക് ഇലക്ട്രോണിക്സ് ആണ്, സെമി കണ്ടക്ടർ, പി ടൈപ്പ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയോഡ് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം അവിടെ നമ്മൾ പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ അത് നമുക്കറിയാം അല്ലെ, ബേസിക് ഇലക്ട്രോണിക്സിൽ നമുക്ക് വരുന്ന ഈ സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സെമി കണ്ടക്ടർ നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ 1ൽ പഠിക്കുന്നുണ്ട്, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എന്ത് ചെയ്താൽ മതി ഇവിടെ നമ്മൾ പഠിച്ചു പോയാൽ മതി. 47ൽ നമ്മൾ റെക്ടിഫയറും ട്രാൻസിസ്റ്ററും കൂടിയാണ്. ട്രാൻസിസ്റ്റർ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട കേട്ടോ, ട്രാൻസിസ്റ്ററിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു പോവാ. 48th ഡേ നമ്മൾ പറയുന്നത് നമ്മളെ ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ. ഏതിന്റെ മൊഡ്യൂളിനാണ്? മൊഡ്യൂൾ 8ന്റെ ഇവാലുവേഷനും റിവിഷനും കൂടിയാണ് വരുന്നത്. 49 എന്ന് പറയുമ്പോൾ എന്താണ്? ജനറേഷൻ, സോഴ്സ് ഓഫ് എനർജി. 45th എന്ന് പറയുന്നത് കൺവെൻഷൻ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. അപ്പൊ പവർ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് അല്ലെ. 51 എന്ന് പറയുമ്പോൾ പവർ ജനറേഷൻ ബൈ ഹൈഡൽ പവർ പ്ലാന്റ്സ്. അപ്പൊ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് അത് എടുത്ത് ഒരു ദിവസത്തേക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം അതിലുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് മാറി മാറി ചോദിക്കുന്നുണ്ട്. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ പവർ ജനറേഷൻ, തെർമൽ, സോളാർ, വിൻഡ്, ഇതിന്റെ മൂന്നും കൂടി ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് പഠിക്കുക. അതിന് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ നമ്മളെ മറ്റുള്ള മെത്തേഡുകളെല്ലാം കൂടെ എന്ത് ചെയ്യുക ഒന്ന് നോക്കി പോവുക. എല്ലാം ജസ്റ്റ് നമ്മളെ MHD പോലത്തെ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ ഹൈഡൽ പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, വിൻഡ് എനർജി, സോളാർ എനർജി. സോളാർ എനർജി ഒക്കെ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറി വരുന്ന ഏരിയ ആണ് സോളാർ എനർജി ഒക്കെ കേട്ടോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എടുത്ത് പഠിച്ചിട്ട് തന്നെ പോവാം. പിന്നെയുള്ളത് ഡേ 54 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം മൊഡ്യൂൾ 9ന്റെ ഇവാലുവേഷനും റിവിഷനുമായിട്ട് വരും അല്ലെ. ഇനി നമ്മളെ ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് നമ്മൾ 16 ഡേയിലേക്ക് നമ്മൾ എത്താൻ പോവാണ്. 55 മുതൽ 60 വരെയുള്ള ദിവസം. അവിടെ നമുക്ക് അത് നമ്മളിപ്പോൾ ഈ സിലബസ് പറയുന്നതാണ്, ഈ കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ. ഞാൻ അടുത്ത് 2 ദിവസം എഴുതുമ്പോൾ നമുക്ക് ജസ്റ്റ് പറയാം ഒരു ടേബിൾ മാത്രമല്ല പഠിക്കാനുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പൊ അത് 2 ദിവസം കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന് കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് കിട്ടുന്ന ഡീറ്റെയിൽ നമ്മൾ ടേബിൾ മാത്രമാണ്, പക്ഷെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം അത് പഠിക്കണം. വളരെ ഡെപ്ത് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക ഈ AC DC ട്രാൻസ്മിഷന്റെ കമ്പാരിസൺ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ 10 മാർക്കിന്റെ ഒരു മൊഡ്യൂളിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കമ്പാരിസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിക്കുന്നുണ്ട്. ബാക്കി 6 ക്വസ്റ്റ്യൻ നമ്മളെ ട്രാൻസ്മിഷനുമായിട്ട് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ ലൈൻ ഇൻസുലേറ്റർ, ഓവർ ഹെഡ് പോളില്, പിന്നെ നമ്മൾ അതിന് കുറെ ലോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. കൊറോണ ലോസ് എന്ന് പറഞ്ഞിട്ട് ലോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക പ്രധാനമായിട്ടും അതിൽ 57, 58 ആൻഡ് 59 ഡേയ്സിൽ നമ്മൾ പഠിക്കണം. 59 നമ്മളെ ലൈൻ ഇൻസുലേറ്റർ, ഓവർ ഹെഡ് പോൾസ്, മെത്തേഡ്സ് ഓഫ് ജോയിനിങ് ആൻഡ് അലുമിനിയം കണ്ടക്ടേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് 59th നമുക്ക് വരുന്നത്. 60 നമ്മൾ അതിന്റെ ഒരു ഇവാലുവേഷനുമായിട്ടാണ് വരിക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 60 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ 10 മൊഡ്യൂളും എന്ത് ചെയ്തു അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് എന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക ഈ 60 ദിവസം ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്ന 30 ദിവസം കൂടി ഉണ്ട് അല്ലെ. നാളെ തൊട്ട് തുടങ്ങുമ്പോഴാണ് ഈ ഡേറ്റ് കിട്ടുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ 30 കിട്ടില്ല, റിവിഷൻ ഡേയ്സ് നമുക്ക് എന്തെങ്കിലും കുറയും. അപ്പൊ പിന്നെ വരുന്ന ഈ 30 ദിവസം, അതായത് പിന്നീട് നമുക്ക് കിട്ടുന്ന 31ാമത്തെ ദിവസം നമ്മൾ എക്സാം ആയിരിക്കും. അതായത് നാളെ മുതൽ തുടങ്ങുകയാണെങ്കിൽ 91ാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സാം നമുക്ക് വരുന്നത്. 91ാമത്തെ ദിവസമാണ് എക്സാം നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു 30 ദിവസത്തിൽ എന്താണ് 1-2 ദിവസങ്ങൾ മൊഡ്യൂൾ 1ന്റെ റിവിഷൻ ചെയ്യുക, 3-4 ദിവസങ്ങൾ മൊഡ്യൂൾ 2ന്റെ റിവിഷൻ ചെയ്യുക. അവിടെ വീണ്ടും ഞാൻ 5ാമത്തെ ദിവസം ഞാൻ എന്താ ചെയ്തത് ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ ഇട്ടു കേട്ടോ. ഇതിന്റെ ഒരു കാര്യം എത്രത്തോളം ആണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിവിഷൻ അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം
നമ്മൾ നോക്കണം. അതെ, എങ്ങനെയൊക്കെയാണ് അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മൊഡ്യൂൾ 1-ലും 2-ലും വീണ്ടും നമ്മൾ അന്ന് എഴുതി വെച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. മൊഡ്യൂൾ 1-ത്തെയും ക്വസ്റ്റ്യൻസ് 2-ത്തെയും ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതെടുത്ത് നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നോക്കുക. പ്രീവിയസ് ആയിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഇതെല്ലാം 5-ാമത്തെ ദിവസങ്ങളിൽ നമ്മൾ മൊഡ്യൂൾ 1, 2 ക്ലിയർ ചെയ്യാം. ഇനി 6, 7 മൊഡ്യൂൾ 3, 8, 9 മൊഡ്യൂൾ 4 ക്ലിയർ ചെയ്യാം. 10-ാമത്തെ ദിവസം വീണ്ടും അതിന്റെ റിവിഷൻ നമ്മൾ ചെയ്യാം. 11, 12 മൊഡ്യൂൾ 5-ഉം 13, 14 മൊഡ്യൂൾ 6-ഉം 15-ാമത്തെ ദിവസം വീണ്ടും അതിന്റെ ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ. ഞാൻ ഇത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് പോവാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു പോയാൽ മതി. 16, 17 മൊഡ്യൂൾ 7, 18, 19 മൊഡ്യൂൾ 8, 20-ാമത്തെ ദിവസം ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ കേട്ടോ. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ആ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ 25-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് നമുക്ക് 30 ദിവസം ഉള്ളതാണ് അല്ലെ. 25-ാമത്തെ ദിവസം ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എല്ലാ മൊഡ്യൂളിന്റെയും റിവിഷനും കംപ്ലീറ്റ് ചെയ്തു. എല്ലാ മൊഡ്യൂളിന്റെയും റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള 5 ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അല്ലെ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന്റെ കൂടെ തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ചെയ്യുക. അത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് 91-ാമത്തെ ദിവസം, അതായത് നാളെ മുതൽ 91-ാമത്തെ ദിവസം നമുക്ക് എന്താണ് 25/4/2024 നമ്മളെ എക്സാം വരും. അപ്പൊ ആ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമുക്ക് ഡൗട്ട് ഒന്നും കൂടാതെ ആൻസർ എഴുതാം. അതായത് നമുക്ക് ഓപ്ഷൻസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കോൺഫിഡന്റ് ആയിട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്രകാരം ടൈം ടേബിൾ കീപ്പ് ചെയ്തിട്ട് പോകണം. ഇതിൽ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുള്ള ദിവസങ്ങൾ അല്ല. ചിലത് ഇതിൻ്റെ ഇടയിൽ സൺഡേ വരുന്നുണ്ട്. ഇപ്പൊ സൺഡേയിൽ അത്ര വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൺഡേക്ക് അത്ര മൺഡേ പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, ചെറിയ ചേഞ്ചുകൾ ഇതിൽ വരുത്തിയിട്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഇത് കവർ ചെയ്യണം. ഇത് ക്ലിയർ ചെയ്യും, ഈ ടൈം ടേബിൾ അനുസരിച്ച് പോവും. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ മാറ്റം വരുത്തുന്ന ടൈം ടേബിൾ അനുസരിച്ച് പോവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് പോവുക കേട്ടോ, പഠിച്ചു പോവാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പോകേണ്ടതാണ്. ഒപ്പം നമ്മൾ പറഞ്ഞു, ഈ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മളെ കയ്യിലൊരു ബുക്കിൽ എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്ത് പഠിച്ചു പോകണം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 5 തവണയെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോകണം. അതിനുള്ള ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്നിനും ഈ ഒരു ഇവാലുവേഷൻ ആൻഡ് റിവിഷൻ എന്ന് പറയുന്ന ടൈം എടുക്കണം. കാരണം നമുക്ക് എന്ത് ചെയ്യണം, അതിങ്ങനെ കോൺഫിഡൻസ് കൂടി വരണം അല്ലെ. കൂടി ലാസ്റ്റ് ഓവർ കോൺഫിഡൻസിലേക്ക് എത്തരുത്. അത് നമ്മളെ എക്സാമിന് നമുക്ക് വളരെ ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യം കേട്ടോ. അതിലേക്ക് നമ്മൾ എത്തരുത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണെങ്കിലും നിങ്ങളെ കയ്യിൽ മുന്നിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഒരു 2 തവണയെങ്കിലും എക്സാം ടൈമിൽ നിങ്ങൾ വായിക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു വട്ടം വായിച്ച ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കാം അത്. പക്ഷെ എന്ത് ചെയ്യണം, എക്സാം സമയത്ത് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അല്ലെ നമുക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം. അപ്പൊ അത് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ടൈംസ് വായിച്ചു നോക്കിയിട്ട് എന്ത് ആൻസർ എഴുതാണ് വേണ്ടത് കേട്ടോ. മാക്സിമം ടൈംസ് നമ്മൾ ആൻസർ എഴുതാണ് വേണ്ടത്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യാം. പലരും പല രീതിയിലാണ് ആൻസർ എഴുതുന്നത്. അത് ഒരു ദിവസം കൊണ്ട് മാറ്റണ്ട, ഞാൻ പറഞ്ഞു വെച്ച് മാറ്റണ്ട. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു തവണ ആൻസർ വായിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. രണ്ടാമത് ഒരു തവണയും കൂടി വായിച്ചിട്ട് ആ സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിയിൽ പോവാം. അപ്പൊ നമുക്ക് ഡൗട്ട് ഉള്ളത് വീണ്ടും അവിടെ ഇട്ടിട്ട് മൂന്നാമത് ഒരു തവണയും കൂടി വായിക്കാം. ഇതിനൊക്കെയുള്ള ടൈം കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കുറച്ച് സ്പീഡപ്പ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ സ്പീഡപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം എക്സാംസ് അവിടെ അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഈ 5 ദിവസം കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നേ ഉള്ള ഇവാലുവേഷൻ റിവിഷൻ ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, ആദ്യം പഠിച്ചു പോകുന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിലും ഒരേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ടൈം ടേബിൾ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നമ്മളെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ളോ? ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടോ, ക്ലിയർ ചെയ്യാനുണ്ടോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സെക്ഷൻ വൈൻഡ് ചെയ്യാമല്ലോ. ഓക്കെ, താങ്ക് യു.